Good morning, dear students. Today we move to the first part of the essay Art, Truth and Politics by Harold Pinter. This essay is actually a speech. I mentioned it earlier. This was the speech made by Harold Pinter when he received Nobel Prize. He video lectured this speech and gave it to the Nobel authorities because he was sick. He was sick with cancer and he couldn't go and receive the prize. So he made the speech, acceptance speech, and sent it to them, and that was screened. This was a highly controversial speech and was told that it was anti-American because of the points mentioned in it. ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഹൈലി കോൺട്രവേഴ്സ്യൽ ആയതുകൊണ്ടും ആൻറ്റി അമേരിക്കൻ എന്ന് പലപ്പോഴും കുറ്റപ്പെടുത്തിയതുകൊണ്ടും തന്നെ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്പീച്ചായിരുന്നു ഇത്. ആ സ്പീച്ചിൻ്റെ റെലവൻറ്റ് പോർഷൻസ് അല്ല ഇത്തിരി ഒന്ന് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുള്ള പോർഷൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്. നൗ മൂവിങ് ഓൺ ടു ദ സ്പീച്ച് പാർട്ട്. When the speech begins, ഈ സ്പീച്ച് തുടങ്ങുമ്പോൾ ഇറ്റ് ബിഗിൻസ് വിത്ത് എ കൊട്ടേഷൻ ഇൻ ദ സെൻസ് എ കൊട്ടേഷൻ ഓഫ് ദി ഓതർ ഹിംസെൽഫ്. അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് എസ്സേ തുടങ്ങുന്നത്. സംതിങ് ഹി റോട്ട് ഇൻ 1958 അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. അദ്ദേഹം പറയുന്നത്, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് ബേസിക് പോയിൻറ്റ് വെരി ക്ലിയർലി. ഏതൊരു കാര്യവും when an incident happens or we see something, there can be two sides to it. It can be either true or false or maybe both true and false. ചില കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുന്ന സമയത്ത് സത്യമാണോ എന്ന് ചോദിച്ചാൽ സത്യമാണെന്നും പറയാം, സത്യമല്ല എന്നും പറയാം എന്നുള്ള ആൻസർ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അതുപോലെയാണ് ലോകത്ത് നടക്കുന്ന മിക്കവാറും കാര്യങ്ങൾ. വെൻ വി ലുക്ക് ഇറ്റ് ഫ്രം ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ്, ഒരു ഇൻസിഡൻറ്റിനെ പല രീതിയിൽ നോക്കിക്കാണുന്ന സമയത്ത് ഇറ്റ് ഹാസ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ട്രൂത്ത് ഓർ മേ ബി സം കൈൻഡ് ഓഫ് തിങ്സ്. ചില ആൾക്കാർക്ക് അത് തെറ്റാണെന്ന് പറയാം, അല്ലെങ്കിൽ ഫോൾസ് ആണെന്ന് പറയാം. ചില ആൾക്കാർക്ക് അത് ട്രൂ ആണെന്ന് പറയാൻ പറ്റും. So major of the incidents that happens in the world can be seen as a grey portion between black and white. True or false എന്ന് നമുക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാത്തൊരു സ്പേസ് ആണ് കൂടുതലുള്ളത്. This kind of assertion or argument makes sense in the case of art. നമ്മളുടെ ആർട്ടിസ്റ്റിക് ക്രിയേഷൻസ്, അതായത് നമ്മൾ ഡ്രാമ എഴുതുന്നു, പോയം എഴുതുന്നു, അല്ലെങ്കിൽ കഥ എഴുതുന്നു, അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ഇമാജിനേറ്റീവ് ആവുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് എന്ത് പറയാൻ പറ്റും? ട്രൂ ആണോ, ഫോൾസ് ആണോ, സ്റ്റിൽ ഡിബേറ്റബിൾ ആണ്, ഗോയിങ് ഓൺ ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പോയിൻ്റ് ഓഫ് വ്യൂ എടുക്കാം, ഞങ്ങൾക്ക് ഞങ്ങളുടേതെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് തീർക്കാൻ പറ്റും. ടു എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ മോർ പ്രോപ്പർ വേ, ചില ഫിലിംസ് നമ്മൾ കാണുന്ന സമയത്ത് അറ്റ് ദി എൻഡ് സ്റ്റോറി കൺക്ലൂഡ് ചെയ്യുന്നുണ്ടാവില്ല. സ്റ്റോറി കൺക്ലൂഡ് ചെയ്യാതെ ബാക്കി നമ്മൾ ഇമാജിൻ ചെയ്ത് കണ്ടുപിടിക്കേണ്ട, നമ്മളുടെ സത്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരവസ്ഥയിലാണ് മിക്കവാറും ലേറ്റസ്റ്റ് ഓഫ് ദ മൂവീസ് കൺക്ലൂഡ് ചെയ്യുന്നത്. ശുഭം അവസാനം എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഫിലിംസിലൊക്കെ വല്ലാതെ അവസാനിക്കുകയും പല ചിന്തകളും നമ്മൾക്ക് ബാക്കി വെക്കുന്ന രൂപത്തിലുമാണ്. ട്രൂത്ത് നമ്മൾ ഡിസ്കവർ ചെയ്യുക, ആ ട്രൂത്ത് തന്നെ നമുക്ക് ഒരിക്കൽ തോന്നിയ ട്രൂത്ത് ആയിരിക്കില്ല മറ്റടുത്ത് തോന്നുന്നത്. ചിലപ്പോൾ ചിലത് നമുക്ക് ഫോൾസ് ആയിട്ട് ഫീൽ ചെയ്തേക്കാം. ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് ട്രൂലി റെലവൻറ്റ് ഇൻ കേസ് ഓഫ് ആർട്ട് വെയർ പീപ്പിൾ ക്യാൻ ടോക്ക് ഇൻ ഡിഫറെൻറ്റ് വേയ്സ് അബൌട്ട് എ റിയാലിറ്റി. ഒരു റിയാലിറ്റിയെക്കുറിച്ച് പല രൂപത്തിൽ സംസാരിക്കാൻ ഫ്രീഡമുള്ള ആർട്ടിൻ്റെ സ്പേസിലൊക്കെ നമുക്ക് അങ്ങനെ സംസാരിക്കാം. ഒരു റൈറ്റർക്ക്, ഒരു ഓതർക്ക് പല രീതിയിൽ സംസാരിക്കാൻ പറ്റും. ബട്ട് അങ്ങനെയല്ല ഒരു സിറ്റീസൻ്റെ കേസ്. നമ്മൾ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു സിറ്റീസൺ ആയിട്ട് ജീവിക്കുന്ന സമയത്ത് വെൻ വി ലിവ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എ കൺട്രി, വെൻ വി ലിവ് ആസ് എ പേഴ്സൺ, വെൻ വി ലിവ് വിത്ത് സർട്ടൻ പൊളിറ്റിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂസ്, അങ്ങനെ രീതിയിൽ ജീവിക്കും. ചിലത് സത്യമാണെന്നും ചിലത് തെറ്റാണെന്നുമുള്ള ക്ലിയർ ആയിട്ടുള്ള സ്റ്റാൻസ് നമുക്ക് വേണ്ടി വരും. അതും വേണേൽ സത്യമായിക്കോട്ടെ, ഇതും വേണേൽ സത്യമാവേണ്ട എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. We should have clear idea about the law. We should have clear idea what is true, what is false. We should have clear idea of whatever that is happening around us. അല്ലാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയിൽ ആസ് എ സിറ്റിസൺ വി cannot stand. അപ്പോൾ റൈറ്റർ എന്നുള്ള രീതിയിൽ ഹറോൾഡ് പിൻ്ററിൻ്റെ സ്റ്റാൻഡ് ഒരു രീതിയിലും ആസ് എ സിറ്റീസൺ, ആസ് എൻ അമേരിക്കൻ സിറ്റീസൺ, ആസ് എ US സിറ്റീസൺ അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്റ്റാൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ടുള്ള റൈറ്റ് ആൻഡ് റോങ്ങിൻ്റെ ഇടയിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ അദ്ദേഹം കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
എ സിറ്റിസൺ നീഡ്സ് ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ട്രൂ ആൻഡ് ഫോൾസ്. നമ്മളൊക്കെ കേസിൽ അങ്ങനെ തന്നെയാണ്. നമ്മുടെ രാജ്യത്തിനൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ബില്ല് പാസ്സാക്കുന്ന സമയത്ത് വി ഷുഡ് ഹാവ് ക്ലിയർ ഐഡിയ, അത് നല്ലതാണോ ചീത്തയാണോ, അതും ആവാം ഇതും ആവാം എന്നുള്ളൊരു സ്റ്റാൻഡ് അതിൽ പറ്റില്ല. അതേസമയം വെൻ വി റൈറ്റ് സംതിങ്, വെൻ വി റൈറ്റ് എ പോയം, വെൻ വി റൈറ്റ് എ സ്റ്റോറി, വി ക്യാൻ ഗോ ഐദർ വേ, നമ്മളെ ഇഷ്ടമാണ്. ഇൻ കേസ് ഓഫ് ഡ്രാമയുടെ കേസ് മാത്രം എടുത്ത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഹറോൾഡ് പിൻറ്റർ മോസ്റ്റ്ലി റോട്ട് ഡ്രാമാസ്. അപ്പോൾ ഡ്രാമൻ്റെ കേസിലൊക്കെ ദ ട്രൂത്ത് ഇസ് ഓൾവേസ് ഇല്യൂസീവ് എന്ന് പറഞ്ഞാൽ ഇവോൾവിങ് ആണ്. ഓരോ സ്റ്റേജിൽ ഓരോ തരത്തിലുള്ള സത്യമാണ് ഉണ്ടാവുക. നമ്മൾക്ക് തോന്നുന്ന രീതിയിലേക്ക് അതിനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. എനിക്കങ്ങനെ വിചാരിക്കണമെങ്കിൽ ആ രീതി ചിന്തിക്കാം, നിങ്ങൾക്ക് മറ്റൊരു രൂപത്തിൽ ചിന്തിക്കാൻ പറ്റുമെങ്കിൽ ആ ഫ്രീഡം തന്നുകൊണ്ടാണ് മിക്കവാറും മോഡേൺ ഡ്രാമാസൊക്കെ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഡ്രാമ എൻഡ് ചെയ്യുന്ന സമയത്തും വി മൈറ്റ് ബി ഇൻ എ പ്രോസസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഇസ് ദ ട്രൂത്ത്. പലപ്പോഴും നമുക്കത് കിട്ടില്ല. ഞാൻ സിനിമയുടെ എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആർട്ടിൽ, ഡ്രാമയിലൊക്കെ ദർ വിൽ ബി മോർ ദാൻ വൺ ട്രൂത്ത് ഫോർ ആൻ ഇൻസിഡൻറ്റ്. ഒരേ സംഭവത്തിന് തന്നെ പല ആൾക്കാരുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിക്കാണുമ്പോൾ, അല്ലെ ഒരേ ആൾ തന്നെ പല രീതിയിൽ ചിന്തിക്കുമ്പോൾ പല സത്യങ്ങളുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ആർട്ടിൻ്റെ ഒരു പ്രത്യേകത. നമുക്കൊരു പുസ്തകം, ഫോർ എക്സാമ്പിൾ വെൻ വി റീഡ് എ ബുക്ക്, നമ്മളൊരു പുസ്തകം വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കവിത വായിക്കുന്ന സമയത്ത് വി ക്യാൻ റീഡ് ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ്. പലവിധ കാഴ്ചപ്പാടിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഒരേ പോയത്തിനെ നമുക്ക് ഭയങ്കര എന്താ പറയുക, ഇമോഷണലായിട്ടും വായിക്കാൻ പറ്റും, ഒബ്ജക്റ്റീവായിട്ടും വായിക്കാൻ പറ്റും. അതിൽ ചില ക്യാരക്ടേഴ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വായിക്കാൻ പറ്റും, ചില ക്യാരക്ടേഴ്സിനെ കൺസിഡർ ചെയ്യാതെ വായിക്കാൻ പറ്റും. ദിസ് ഈസ് പോസിബിൾ ഇൻ കേസ് ഓഫ് ഡ്രാമ ആൻഡ് ആർട്ട്, ബട്ട് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇൻ ദ കേസ് വെൻ വി ആർ എ റെസ്പോൺസിബിൾ സിറ്റിസൺ. അത് അവരുടെ കേസിൽ നടക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആർട്ടിൻ്റെ കേസ് എടുക്കുമ്പോൾ ആർട്ടിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ആംബിഗ്വസ് ആണ്. ആംബിഗ്വസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം. ഇറ്റ്സ് ലൈക്ക് ക്വിക്ക് സാൻഡ്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷേപ്പ് മാറിക്കൊണ്ടിരിക്കും. ട്രാംപൊലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ജമ്പ് ചെയ്യുന്നൊരു സാധനം കണ്ടിട്ടില്ലേ? വെൻ വി ജമ്പ് വിത്ത് ഫോഴ്സ് നമ്മൾ പിന്നെയും തിരിച്ച് മേലേക്ക് പോകുന്ന ട്രാംപൊലീൻ എന്ന് പറയുന്ന സംഭവം. ഫ്രോസൺ പൂൾ എന്ന് പറഞ്ഞാൽ മഞ്ഞുകാലത്ത് തണുപ്പുള്ള രാജ്യങ്ങളിൽ മിക്കവാറും പൂൾസൊക്കെ ഫ്രോസൺ ആവും. പക്ഷേ മേലെ മാത്രം ലെയറിൽ മാത്രമേ ഐസ് ഫ്രോസൺ ആവുള്ളൂ. ചില സ്ഥലത്ത് നടന്നു കഴിഞ്ഞാൽ അങ്ങേയറ്റം അപകടമുള്ള ഒരു ഏരിയ ആണ് ഫ്രോസൺ പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് പോകും. അതുപോലെയാണ് ആർട്ടിലെ ലാംഗ്വേജ് എന്നാണ് പറഞ്ഞത്. ഒരു ട്രാംപലിൻ പോലെ, അതായത് നമ്മളുടെ ചാട്ടത്തിൻ്റെ ഊക്ക് പോലെയാണ് പിന്നീട് നമ്മളുടെ ഉയർച്ച വരിക. നമ്മൾ മെല്ലെ ചാടിയാൽ നമ്മൾ തിരിച്ച് അവിടെ തന്നെ എത്തും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വീഴും. പിന്നെ പല പല രൂപത്തിലാണ് ട്രാംപലീനിൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാവുക. അതുപോലെ തന്നെ ക്വിക്ക് സാൻഡിൻ്റെ ഷേപ്പ് മാറുന്ന പോലെ ഫ്രോസൺ പൂളിൽ നമ്മൾ ഏത് ഏരിയയിൽ നടക്കുന്നു എന്നുള്ളത് പോലെ ചിലപ്പോൾ നമ്മൾ വീണ് ആഴത്തിലേക്ക് പോകും. പല ഡെപ്സിൻ്റെ പല കളേഴ്സിലൂടെ പല ഷേപ്പുകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അതുപോലെയാണ് ആർട്ടിലെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അത് ഏത് വഴിക്ക് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വേ ഹൗ വി ലുക്ക് അറ്റ് ഇറ്റ്, ഹൗ ദ ഓദർ ലുക്ക് അറ്റ് ഇറ്റ്, ഹൗ ദ വേൾഡ് ലുക്ക് അറ്റ് ഇറ്റ്. അതിൻ്റെ പല ഏരിയാസ് ഉണ്ട്. പക്ഷേ അതേസമയം വെൻ വി ലുക്ക് അറ്റ് ലൈഫ്, എന്താ പറയുക, ഇൻ എ വെരി റിയലിസ്റ്റിക് പോയിൻ്റ് ഓഫ് വ്യൂ, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ, നമ്മളൊരു സിറ്റിസൺ എന്നുള്ള രീതിയിൽ നോക്കി കാണുന്ന സമയത്ത് അതിന് റിയലിസ്റ്റിക് ആൻസേഴ്സ് വേണം. ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ വർത്താനം അവിടെ പറയാൻ പറ്റില്ല. സോ ആ ഒരു കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ പൊളിറ്റിക്സ് മാത്രം ഡിസ്കസ് ചെയ്യുന്ന, അല്ലെ പൊളിറ്റിക്കൽ ഡ്രാമാസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ തിയേറ്ററിന് ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസും പ്രോബ്ലംസുമാണ് അവർ എന്താ പറയുക ഫേസ് ചെയ്യുന്നത്. കാരണം പൊളിറ്റിക്കൽ ഡ്രാമയ്ക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കാൻ പറ്റില്ല, പലതരത്തിൽ സത്യങ്ങളുണ്ടെന്ന് പറയാൻ പറ്റില്ല. വളരെ റിയലിസ്റ്റിക് ആയിരിക്കണം പൊളിറ്റിക്കൽ തിയേറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ഹാവ് റിയലിസ്റ്റിക് പോയിൻ്റ് ഓഫ് വ്യൂ. it cannot support or sermonize or എന്താ പറയുക, അത്തരത്തിൽ ഒരു കൂട്ടരെ മാത്രം അല്ലെങ്കിൽ ഒരു പ്രത്യേക പൊളിറ്റിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിന് മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല അതിലെ ക്യാരക്ടേഴ്സിന്. എവ്രിതിങ് ഷുഡ് ബി ക്ലിയർ ഫോർ ദി ഓഡിയൻസ്. എവ്രിതിങ് ഷുഡ് ബി ആസ് ഇറ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഓഡിയൻസ്. എന്താണോ നടക്കുന്നതിൻ്റെ നേർക്കാഴ്ചയായിരിക്കണം പൊളിറ്റിക്കൽ ഡ്രാമാസ് കൊടുക്കുന്നത്. അതൊരു പ്രത്യേക പ്രസ്ഥാനത്തിനെയോ പ്രത്യേക ആറ്റിറ്റ്യൂഡിനെയോ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് വിളിക്കാൻ പറ്റില്ല. അത് പ്രൊപ്പഗാൻഡ ആയിപ്പോവും. അതായത് ഒരു ആശയത്തിന് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാധനം എന്നുള്ള രീതിയിലാണ്. സോ
നമ്മൾ പറഞ്ഞു വന്നത് ആർട്ട് എത്രത്തോളം ഏതൊക്കെ രീതിയിൽ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്, അതേസമയം റൈറ്റർക്കും ആർട്ടിസ്റ്റിനും ആ ഫ്രീഡം ഉണ്ടെങ്കിൽ അയാൾ തന്നെ ഒരു സിറ്റിസണായി മാറുന്ന സമയത്ത് അയാൾക്ക് ഈ ഫ്രീഡം ഒന്നും ഉണ്ടാവില്ല. ഹി ഷുഡ് തിങ്ക് ഇൻ എ വെരി വെരി റിയലിസ്റ്റിക് മാനർ. ഏതാണ്ട് അതേ ആസ്പെക്റ്റ് തന്നെയാണ് പൊളിറ്റിക്കൽ തിയേറ്ററിനുള്ളത്. പൊളിറ്റിക്കൽ തിയേറ്ററിൽ ഡ്രാമ ചെയ്യുന്ന സമയത്ത് when we conduct dramas or write dramas or enact dramas in political theatre, ഈ ഒരു സ്പേസിലും ഇറ്റ് ഷുഡ് ബി റിയലി ഒബ്ജക്റ്റീവ്. നമ്മൾ പ്രത്യേക ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ പറ്റില്ല. ദ ക്യാരക്ടേഴ്സ് ഷുഡ് ബ്രീത്ത് എയർ എന്നാണ് പറയുക. അവർ പ്രത്യേക ചട്ടക്കൂട്ടിലിട്ട് പൂട്ടാൻ പറ്റില്ല. ദേ ഷുഡ് ഹാവ് നോ ഒരു തരത്തിലുള്ള പ്രജുഡിസം ഉണ്ടാവാൻ പാടില്ല. പ്രജുഡിസ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മുൻവിധി ഉണ്ടാവാൻ പാടില്ല. ദേ ഷുഡ് ബി പുട്ട് ഇൻ സച്ച് എ വേ ദാറ്റ് ഈ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ നിന്ന് കഴിഞ്ഞാൽ ആ കഥാപാത്രം എങ്ങനെ പെരുമാറും എന്നുള്ളത് അത്രയും ഫ്രീഡത്തോടുകൂടി അവർക്ക് ആ സ്പേസ് കൊടുത്തിരിക്കണം. അല്ലാതെ ഈ കഥാപാത്രത്തിന് ഈ ഒരു പൊളിറ്റിക്കൽ അലയൻസ് ഉണ്ടെങ്കിൽ അയാൾ ഇത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്സുള്ള ആളാണെങ്കിൽ എങ്ങനെ പെരുമാറും എന്നല്ല, ഫ്രീ ഓഫ് പൊളിറ്റിക്സ് ആയിട്ടായിരിക്കണം പൊളിറ്റിക്കൽ ഡ്രാമാസ് ഫങ്ഷൻ ചെയ്യേണ്ടത്. അതായത് യാതൊരു തരത്തിലുള്ള പ്രജുഡിസും പ്രൊപ്പഗാൻഡയുടെയും ഭാഗമായിട്ട് വന്ന് അതിനെ പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് വിളിക്കാൻ പറ്റില്ല. ഓക്കെ, ആ ഒരു കാര്യം. ഹി മസ്റ്റ് ബി ഫ്രീ ആൻഡ് ഹി ഷുഡ് ബ്രീത്ത് ഫ്രീ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. വെറൈറ്റി ഓഫ് ആംഗിളിൽ നിന്ന്, വെറൈറ്റി ഓഫ് പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ഓഡിയൻസിന് ആ പൊളിറ്റിക്കൽ ഡ്രാമയെ റീഡ് ചെയ്യാൻ പറ്റണം. അത് അയാളുടെ ഫ്രീഡമായിട്ട് കാരണം അയാൾക്ക് അതിൽ നിന്ന് ട്രൂത്ത് കണ്ടെത്താൻ പറ്റണം. ഓക്കെ, ഇതാണ് സത്യം, ഇതാണ് തെറ്റ്, ഇതാണ് ശരി, ഇതാണ് ഫോൾസ് എന്ന് കണ്ടെത്താൻ പറ്റണം ഒരു പൊളിറ്റിക്കൽ ഡ്രാമയുടെ റിസൾട്ടായിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താ, വെൻ വി ഫിനിഷ് വാച്ചിങ് എ ഡ്രാമ, പൊളിറ്റിക്കൽ ഡ്രാമ അല്ലാത്തൊരു ഡ്രാമ അല്ലെങ്കിൽ വർക്ക് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ മൾട്ടിപ്പിൾ ട്രൂത്ത്സ് നമുക്ക് ഫീൽ ചെയ്യും. അതും ഇതും ശരിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ കണ്ടു ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് സത്യം, എന്താണ് തെറ്റ് എന്നുള്ളത് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി, റിയലിസ്റ്റിക്കലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു സ്കോപ്പ് ഓഡിയൻസിന് ലീവ് ചെയ്യണം. ഓക്കെ, ഐ ഹോപ്പ് ദിസ് മച്ച് ഇസ് അണ്ടർസ്റ്റുഡ്. നൗ then the next thing the author says is that ഈ ഒരു കൺസെപ്റ്റാണ് പൊളിറ്റിക്കൽ സറ്റയറിനുള്ളെങ്കിലും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡ്രാമ, ആക്ഷേപഹാസ്യം, പൊളിറ്റിക്കൽ സറ്റയർ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡ്രാമ വർക്ക്സിനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാലും പലപ്പോഴും ദിസ് ഡസൻ വർക്ക്. നേരെ ഓപ്പോസിറ്റ് വർക്കാണ് പൊളിറ്റിക്കൽ ഡ്രാമാസ് ചെയ്യാറുള്ളത്. ദേ ആർ പ്രൊപ്പഗാൻഡിസ്റ്റ് ഇൻ നേച്ചർ. പലതരത്തിലുള്ള പ്രസ്ഥാനങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലേക്കാണ് രാഷ്ട്രീയ നാടകങ്ങളെല്ലാം ചെന്ന് അവസാനിക്കാറുള്ളത് എന്നാണ് ചുരുക്കം. Think of the movies, political movies you have watched or dramas you have seen or novels you have read. അത്തരത്തിലുള്ള സിനിമകളെക്കുറിച്ച് ആലോചിച്ചൊക്കെ എല്ലാം ഒരു ആശയം ഉണ്ടാവും, ഒരു കൃത്യമായ ആശയം ഉണ്ടാവും. നമ്മൾക്കൊരു സ്വാതന്ത്ര്യം തരുന്ന, ഫ്രീ ആയിട്ടൊരു സബ്ജക്റ്റിനെ ഡിസ്കസ് ചെയ്യുന്ന, പൊളിറ്റിക്കൽ ഇഷ്യൂവിനെ ഡിസ്കസ് ചെയ്യുന്ന ഹൗ മെനി മൂവീസ് വി ഹാവ് വാച്ച്ഡ്, വി ഡോണ്ട് വാച്ച് ദറ്റ് മൂവീസ്. അതാണ് പൊളിറ്റിക്കൽ ഡ്രാമയുടെ ഏറ്റവും വലിയ വിഷയം. അത്തരത്തിൽ പൊളിറ്റിക്കൽ ഇഷ്യൂവിന് ഡിപ്ലോമാറ്റിക്കായിട്ട് സൈഡ്സ് എടുക്കാതെ പലപ്പോഴും അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ മേ ബി പീപ്പിൾ വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് മെനി ഓഫ് ദ ഇഷ്യൂസ് ഇൻ എ ബെറ്റർ വേ. അവർക്കൊരു സ്റ്റാൻഡ് എടുക്കാനും പറ്റുമായിരുന്നു. ഇത്തരത്തിൽ പ്രൊപ്പഗാൻഡിസ്റ്റുകൾ അല്ലാത്ത രൂപത്തിൽ നമ്മൾ ഡ്രാമാസ് മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ പലപ്പോഴും പ്രോബ്ലംസ് ഇല്ലാതെ പല ഇഷ്യൂസിനെയും ക്ലിയറായിട്ട് മനസ്സിലാക്കാനുള്ളൊരു സ്പേസ് ഓഡിയൻസിന് കിട്ടിയേനെ. ബട്ട് ദ സാഡസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് സച്ച് കൈൻഡ് ഓഫ് ഡ്രാമാസ് ആർ നെവർ റിട്ടൺ എന്നുള്ളതാണ്. ആശയപരമായിട്ട് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയുള്ളത് തന്നെ, അലയൻസ് ഉള്ളത് തന്നെയാണ് മിക്കവാറും ഉണ്ടാവാറുള്ളത്. ആഫ്റ്റർ സീയിങ് ദിസ് മച്ച് ദി ഓഥർ ടേൺസ് അറ്റൻഷൻ ടുവേർഡ്സ് സംതിങ് എൽസ്. നൗ ദ എസ്സേ ഷിഫ്റ്റ്സ് ടു എ റിയൽ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ. ഒരു കറക്റ്റായിട്ട് നടന്നിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനെ കുറിച്ചാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അബൌട്ട്, നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തുടക്കത്തിൽ വി ഹാവ് സീൻ ദാറ്റ് ഹി വാസ് criticized for taking anti-American stand. ആ ഒരു വിഷയത്തിലേക്കാണ് ഇനി വരുന്നത്. The political issue that is being mentioned is here is about invasion of Iraq. ഇറാഖിന് അമേരിക്ക കീഴ്പ്പെടുത്തിയ ആ കാര്യത്തിനെക്കുറിച്ചുള്ളൊരു പൊളിറ്റിക്കൽ ഇൻസിഡൻ്റാണ് അദ്ദേഹം ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അമേരിക്കയുടെ ഒരു ഫോറിൻ പോളിസിയുടെ അപ്രോച്ചാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ഓക്കെ ആസ് അദ്ദേഹം പറയാണ്, ഒരു ഓതർ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂവിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു നോക്കാം. ഓക്കെ, ഹി സേസ് ദാറ്റ്
ദ റീസൺ വൈ അമേരിക്ക ഇൻവേഡഡ് ഇറാഖ്. അമേരിക്ക പറഞ്ഞിരുന്ന റീസൺ വാസ് ദാറ്റ് സദ്ദാം ഹുസൈൻ പൊസസ്ഡ് എ ലോട്ട് ഓഫ് ഡേഞ്ചറസ് ബോഡി ഓഫ് വെപ്പൺസ് ദാറ്റ് കുഡ് ഡിസ്ട്രോയ് ദി എൻറ്റയർ വേൾഡ് ഓർ ദി എൻറ്റയർ നേഷൻ. ഒരു നേഷൻ്റെ മൊത്തം 45 മിനിറ്റിനുള്ളിലോ അതിനപ്പുറത്തേക്കുള്ള സമയത്തിനുള്ളിലോ നശിപ്പിക്കാൻ പറ്റാവുന്നിടത്തോളം കൂടുതലായിട്ട് സദ്ദാം ഹുസൈൻ്റെ കയ്യിൽ വെപ്പൺസ് ഉണ്ടെന്നും ദാറ്റ് വാസ് ദ റീസൺ ഹീ സേസ് ദാറ്റ് അമേരിക്ക US സേസ് ദാറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സേസ് ദാറ്റ് ദേ ഇൻവേഡഡ് ഇറാഖ്. ആ ഒരു റീസണാണ് അവർ പറയുന്നത്. ആൻഡ് ദേ മെയ്ഡ് അസ് ഓൾ ബിലീവ് ദാറ്റ്. നമ്മളെപ്പോലെയുള്ള എല്ലാ സാധാരണക്കാരെയും അവരത് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ബട്ട് ദ റിയാലിറ്റി വാസ് ഡിഫറെൻറ്റ്. അപ്പോൾ നമുക്കറിയാം ഒരുപാട് മീഡിയ ഇൻവോൾവ്മെൻറ്റും അതുപോലെ ഒരുപാട് ഡോക്യുമെൻ്ററീസൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ദേ കുഡ് മേക്ക് അസ് ബിലീവ് ത്രൂ ന്യൂസ്, ത്രൂ വർക്ക് ഓഫ് ആർട്ട് ഓർ വാട്ട് എവർ ദാറ്റ് മേ ബി കൺസേൺ ദാറ്റ് വാട്ട് എവർ അമേരിക്ക വാസ് ടെല്ലിങ് വാസ് ട്രൂ. സദ്ദാം ഹുസൈൻ അങ്ങനെ ആയിരുന്നു എന്നൊരു എക്സ്റ്റെൻറ്റ് വരെ നമ്മളെ എല്ലാവരും വിശ്വസിപ്പിച്ചു, നമ്മളത് വിശ്വസിക്കുകയും ചെയ്തു. ബട്ട് ദ ട്രൂത്ത് വാസ് ഡിഫറെൻറ്റ്. അപ്പോൾ എന്തായിരുന്നു ഡിഫറൻസ് എന്ന് പറയുന്നത്? The truth was based on how US understood its role in the world. എങ്ങനെയാണ് US അവരുടെ ഒരു റോള്, ഞങ്ങളാണ് ലോകം നന്നാക്കേണ്ടത്, ഞങ്ങളാണ് ലോക പോലീസ് എന്ന് അമേരിക്ക വിശ്വസിച്ചിരുന്നു. അവർക്ക് തോന്നുന്ന രീതിയിൽ ലോകത്തെ കൺട്രോൾ ചെയ്യണമെന്ന് US വല്ലാതെ ആഗ്രഹിച്ചിരുന്നു, ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അത് തന്നെയാണ് അവർക്ക് ഈ ഡിസിഷൻ എടുക്കാൻ വേണ്ടി. എന്നാൽ പിന്നെ ഇറാഖിന് ഇൻവോൾവിങ് ഇൻ എവ്രി വേൾഡ് ഇഷ്യൂ ഇൻ ദ വേ ദേ ലൈക്ക്. അവർക്കിഷ്ടമുള്ള രൂപത്തിൽ എല്ലാ കൺട്രിയുടെ കാര്യത്തിലും ഇൻ്റർഫിയർ ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട്, അവർ ലോക പോലീസാണ് എന്നുള്ള ഒരു വിശ്വാസമാണ് US സത്യം പറഞ്ഞാൽ ഇറാഖിനെ ഇൻവേഡ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ദേ ബിലീവ് ദാറ്റ് ദേ ആർ ദ വേൾഡ് പോലീസ്. അതാണ് അതിൻ്റെ റീസൺ. ആൻഡ് അത് കറക്റ്റായിട്ട് അവരത് പ്രാക്ടീസും ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മറ്റൊരു കൺട്രിയുടെ ഇൻറ്റേർണൽ അഫെയർസിൽ ഇടപെട്ടുകൊണ്ട് അവരെ ഇൻവേഡ് ചെയ്യാൻ പോകുന്നത്. അതർവൈസ് വൈ ഷുഡ് അമേരിക്ക ഇൻവോൾവ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ലോകത്ത് ഏത് കൺട്രിയും ഇൻവോൾവ് ചെയ്യുന്ന അത്രയും മാത്രം ഇൻവോൾവ് ചെയ്താൽ മതി അമേരിക്ക. ബട്ട് ദേ ഡു മോർ ദാൻ ദാറ്റ്. ദെൻ ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ പൊതുവേ ഉള്ളൊരു ഫോറിൻ പോളിസി നമ്മൾ വേൾഡ് വാർ സെക്കൻഡിന് ശേഷമുള്ളത് നമ്മൾ നോട്ട് ചെയ്യേണ്ടി വരും. ഹൗ ഡിഡ് ദേ ബിഹേവ് ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡിന് ശേഷമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നന്നായി പവറിലേക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഹൗ ഡിഡ് ദേ ബിഹേവ്, വാട്ട് വാസ് എ ഫോറിൻ പോളിസി, അത് കൃത്യമായി സ്ക്രൂട്ടനൈസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ വി വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് എ ഫോറിൻ പോളിസി ഓഫ് US. അപ്പോൾ ഡ്യൂറിങ് ദാറ്റ് ടൈം ഈസ്റ്റേൺ യൂറോപ്പിലും സോവിയറ്റ് യൂണിയനിലും ഒക്കെ, അതായത് വേൾഡ് വാർ സെക്കൻഡിന് ശേഷം വാട്ട് അമേരിക്ക ഡിഡ് വാസ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ബ്രൂട്ടാലിറ്റിയാണ്. വളരെ സിസ്റ്റമാറ്റിക് പ്രിപ്പയർഡ് ആയിട്ടുള്ള തരത്തിലുള്ള ക്രൂരതകൾ, വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ക്രൂവൽറ്റി, അട്രോസിറ്റീസ്, റൂത്ത്ലെസ് ആയിട്ടുള്ള സപ്രഷൻ, യാതൊരുവിധ മനുഷ്യനെയോ നാടിനെയോ നാട്ടുകാരെയോ നോക്കാതെ സപ്രസ് ചെയ്യുക. അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാൻ, ഒരു തോട്ട് എടുക്കാൻ, ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം ഒഴിവാക്കിക്കൊണ്ട് കൊടുക്കാതെ ഭരിക്കുന്ന രൂപത്തിലേക്കായിരുന്നു വേൾഡ് വാർ 2 കഴിഞ്ഞപ്പോൾ തന്നെ ഈസ്റ്റേൺ യൂറോപ്പിനോടും സോവിയറ്റ് യൂണിയനോടൊക്കെ അമേരിക്ക എടുത്തിരുന്ന കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ബട്ട് ദ പ്രോബ്ലം ഇസ് ദാറ്റ് ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് the problem is that even this recorded things, ഇവരുടെ ആ സമയത്തുള്ള പോസ്റ്റ് വേൾഡ് വാറിലുള്ള അവരുടെ ക്രൂരതകൾ റെക്കോർഡ് ചെയ്തത് പോലും സൂപ്പർഫിഷ്യൽ ലെവലിൽ മാത്രമേ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. നോട്ട് ഇൻ എ വെരി ക്ലിയർ സെൻസ് ഓഫ് ദ ടേം, നോട്ട് ഇൻ ഇറ്റ്സ് ഡെപ്ത്, എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എ ഡീറ്റെയിൽ സ്റ്റഡി ഓഫ് തിങ്സ് ഇൻ ദിസ് ഏരിയ ഈസ് റിക്വയർഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഡിഡ് അമേരിക്ക ആക്ച്വലി ഡു വിത്ത് ദീസ് പീപ്പിൾ. എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അവരുടെ ഒരു ഫോറിൻ പോളിസി. എന്നാലും കുറേ തിങ്സ് ക്ലിയർ ആണ് താനും. ദെൻ US-ന് സോവിയറ്റ് യൂണിയൻ്റെ കേസിൽ ചില കൈൻഡ് ഓഫ് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി അവരുടെ ആക്ഷൻസ് കാണിച്ചിരുന്നത് ദേ ഹാഡ് ദ കംപ്ലീറ്റ് ഫ്രീഡം ടു ഡു വാട്ട് എവർ ദേ വാണ്ടഡ്. അവർക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നത് അതൊക്കെ കംപ്ലീറ്റ് ഫ്രീഡത്തോടു കൂടി ചെയ്യാനുള്ള ഒരു ഫ്രീഡം അവർ സ്വന്തം ആർജിച്ചു കഴിഞ്ഞിരുന്നു. ദേ വാണ്ടഡ് ടു ഡു സംതിങ്, ദേ ഡിഡ് ഇറ്റ്. ദേ വാണ്ടഡ് ടു കൺട്രോൾ സം കൺട്രി, ദേ ഡിഡ് ഇറ്റ്. ദേ വാണ്ടഡ് ടു ഡു സം കൈൻഡ് ഓഫ് ക്രൂവൽറ്റി, ദേ ഡിഡ് ഇറ്റ്. അങ്ങനെയായിരുന്നു
അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ അമേരിക്കേൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും US മെത്തേഡ്സ് നോക്കുകയാണെങ്കിൽ ദേ ഡിഡൻറ്റ് എന്താ പറയുക ഗോ ഫോർ ഡയറക്റ്റ് ഇൻവേഷൻ, നേരെ പോയിട്ടൊരു കൺട്രീനെ കീഴടക്കുക എന്നുള്ളൊരു രീതി പലപ്പോഴും അവർ ചെയ്തിരുന്നില്ല. പ്രത്യേകിച്ച് സോവറിൻ സ്റ്റേറ്റുകൾ, സോവറിൻ എന്ന് പറഞ്ഞാൽ കൃത്യമായി സ്വയം ഭരണ സംവിധാനമുള്ള സ്റ്റേറ്റുകൾ, ദേ ഡിഡൻറ്റ് ഗോ ആൻഡ് ഇൻവേഡ് ഡയറക്ട്ലി. ദെൻ വാട്ട് ഡിഡ് ദേ ഡു? ദേ ക്രിയേറ്റഡ് മെനി കൈൻഡ് ഓഫ് ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ്. അവർ വളരെ ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ് എന്ന് പറയും, ചെറിയ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ. ചിലപ്പോൾ ഒരു കേസിൽ അവരൊരു മേ ബി ദേ മൈറ്റ് ബി സേയിങ് ആൻ ഒപ്പീനിയൻ ഇൻ കേസ് ഓഫ് ആൻ ഇൻറ്റേർണൽ അഫെയർ ഓഫ് എ കൺട്രി. ഒരു ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യത്തിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുക അല്ലെങ്കിൽ ഇടപെടുക, ആൻഡ് ദെൻ ദേ വിൽ മേക്ക് എ സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ ഇൻറ്റേർണലായിട്ട് ഒരു നേഷനിൽ എന്താണ് അടിപിടി ഉണ്ടാക്കുക, ആൾക്കാരെ തമ്മിൽ തല്ലിപ്പിക്കുക, അങ്ങനെ ഒരു ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റാണ് അവർ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ വാട്ട് ഹാപ്പൻസ് വെൻ എ കോൺഫ്ലിക്റ്റ് ഒക്കേഴ്സ് ഇൻ എ നേഷൻ, എ ടാർഗറ്റഡ് നേഷനിൽ ഇവർ ഇത്തരത്തിലുള്ള അവിടുത്തെ കമ്മ്യൂണിറ്റി തമ്മിൽ തന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി, അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി അവരതിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. ദെൻ ദേ സ്റ്റാർട്ട് ഇൻവോൾവിങ്. അങ്ങനെ ആ പ്രോസസ്സിൽ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഡൈ. മെല്ലെ മെല്ലെ ആൾക്കാർ, ഇറാഖിൻ്റെ കേസ് തന്നെ നമുക്ക് എടുത്തു നോക്കിയാൽ അറിയാം, ഇറ്റ് ടേക്സ് ഇയേഴ്സ് ടു പീപ്പിൾ ടു ഡൈ. ഒരുപാട് വർഷം കൊണ്ടാണ് സ്ലോലി ദ ഡിസ്ട്രോയ് ദ നാഷൻ. ഇറ്റ് ടുക്ക് ഇയേഴ്സ്. ഒരു സിംഗിൾ ബോംബിങ്ങിൽ ആൾക്കാരെ കൊല്ലുന്നത് പോലെയല്ല, പ്രോസസ്സാണ്. ഇൻറ്റേർണൽ പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സും മിസ്അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണൽ റൈറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ തമ്മിൽ കോൺഫ്ലിക്റ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. ആൻഡ് അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറ്റ് ഓൾവേസ് മോസ്റ്റ് ഓഫൺ ഇൻ മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് കേസസ് അത് ആ കൺട്രിയുടെ ഹാർട്ടിനെയാണ് ബാധിക്കുക. ഹാർട്ട് എന്ന് പറഞ്ഞാൽ സെൻട്രൽ പോർഷൻ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എഫക്റ്റ് ചെയ്യും. ഇറ്റ്സ് ലൈക്ക് ക്യാൻസർ, ഒരു മാലിഗ്നൻ്റ് ഗ്രോത്ത് പോലെയാണ്. ടെർമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു രോഗം മനുഷ്യ ശരീരത്തിൽ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്പ്രെഡ് ടു അതർ പാർട്സ് ഓഫ് ദ ബോഡി. അതുപോലെ തന്നെയാണ് അവരൊരു കൺട്രീനെ കൺട്രോൾ ചെയ്യുക. ഒരു കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ക്യാൻസർ ജനിപ്പിക്കുന്നു, ആൻഡ് ദാറ്റ് ക്യാൻസർ സ്പ്രെഡ് അക്രോസ് ദ കൺട്രി ആൻഡ് ദേ ഡിസ്ട്രോയ് ദ കൺട്രി. ഗ്രീൻ ബ്ലൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സ്പ്രെഡ്സ് ബ്ലൂംസ് ഓൾ ഓവർ ദ കൺട്രി. ഒരു സ്ഥലത്ത് ഒരു കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ആ കോൺഫ്ലിക്റ്റ് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് ആൾക്കാരെ തന്നെ തമ്മിൽ തല്ലി ചാവുക, ഇവരുടെ ആർമീനെ ഇറക്കുക, അവരും കൂടെ ഡിസ്ട്രോയ് ചെയ്യുക. ഒരു കൺട്രീനെ ഇക്കണോമിക്കലി, പൊളിറ്റിക്കലി, അതുപോലെ എല്ലാ രീതിയിലും കംപ്ലീറ്റ് തകർക്കുന്ന ഒരു മെത്തേഡാണ് അമേരിക്ക ഓൾമോസ്റ്റ് ഓഫൺ യൂസ് ചെയ്യുന്നത്. സിസ്റ്റമാറ്റിക് ഡിസ്ട്രക്ഷൻ എന്നാണ് പറയുക അതിന്. എന്നിട്ട് വെൻ ദാറ്റ് കൺട്രി ഗെറ്റ് ഡിസ്ട്രോയിഡ് ടു 90%, ഇവരൊരു സ്റ്റേറ്റ്മെൻറ്റും പറയും ദാറ്റ് ഡെമോക്രസി പ്രിവെയിൽ ചെയ്യുന്നുണ്ട്, ബാക്കി അതാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റും പറഞ്ഞ് ദേ ലീവ്. അപ്പോഴേക്കും അവർ ആ കൺട്രിയുടെ മേലെ ഒരു പവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻഡ് ഇൻ ദ കേസ് ഓഫ് ഇറാഖ്. ഇഫ് യു നോ ദ കേസ് ഓഫ് ഇറാഖ്. ഇപ്പോൾ ഇന്ത്യൻ്റെ കേസിലാണെങ്കിലും വി നോ ഹൗ ഫാർ അമേരിക്ക ക്യാൻ കൺട്രോൾ ഇന്ത്യ. ഒരു കേസ് വരുന്ന സമയത്ത് വി നോ ഇൻ ദ ബിഗിനിങ് സ്റ്റേജ് ഓഫ് COVID-19 കൊറോണയ്ക്കുള്ള മരുന്ന് ഇന്ത്യ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരവസ്ഥയൊക്കെ വന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. വി ആർ ഫോഴ്സ് ടു ഒബേ ദം. നമ്മളുടെ കാര്യങ്ങൾക്ക് പ്രസക്തി കൊടുക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ അവരുടെ സിറ്റിസൺസിന് പ്രസക്തി കൊടുക്കുന്ന ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്യപ്പെടുക, താഴെയാണ് നിൽക്കുന്നത്. എവറി സ്റ്റേറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന നേഷൻസിനെ സർവൈവ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള തരത്തിലുള്ള ഒരു ഇംപ്രഷൻ ദേ ഹാവ് ക്രിയേറ്റഡ്, ദ വേൾഡ് പോലീസ് കൈൻഡ് ഓഫ് ഇമേജ്. ദെൻ നമ്മൾ നോക്കുമ്പോൾ ഏത് കാലഘട്ടത്തിലാണെങ്കിലും ദിസ് ഇസ് എ സെയിം US ഫോറിൻ പോളിസി. ഏത് കാലഘട്ടത്തിലാണെങ്കിലും നമ്മൾ ഇറാഖിൻ്റെ കേസ് പറഞ്ഞെങ്കിലും മറ്റ് പല നേഷൻസിനും പോസ്റ്റ് വേൾഡ് വാർ ടൈമിലുള്ള ഏത് നേഷൻസിനോടുള്ള അപ്രോച്ച് എടുത്ത് നോക്കുന്ന സമയത്താണെങ്കിലും ദിസ് ഇസ് വാട്ട് ഹാപ്പൻഡ്. ഇവർ പറയുന്നത് സെൻട്രൽ അമേരിക്കയുള്ള ഒരു സ്റ്റേറ്റിൻ്റെ എക്സാമ്പിളാണ് ദി ഓതർ സേസ് ടു അസ് ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. ദറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് നിക്കാർഗുവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ട് സെൻട്രൽ അമേരിക്കയിലുള്ള. ആ സ്റ്റേറ്റിൻ്റെ ഒരു അവസ്ഥ, ദ സ്റ്റേറ്റ് വാസ് അറ്റാക്ഡ് ബൈ കോൺട്രാസ് എന്ന് പറയുന്ന മറ്റൊരു സ്റ്റേറ്റ് നിക്കാർഗുവ എന്ന് പറഞ്ഞ സ്റ്റേറ്റിനെ അറ്റാക്ക് ചെയ്യും. ആൻഡ് നിക്കാർഗുവ വാസ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ഇൻ കേസ് ഓഫ് സ്കൂൾസ്, ഇൻ കേസ് ഓഫ് ചർച്ചസ്, ഇൻ കേസ് ഓഫ് കോളേജസ്, ഇൻ കേസ് ഓഫ് ഹൗസസ് എല്ലാം ഡിസ്ട്രോയ് ചെയ്തു. ആൻഡ് ഓൾസോ വിമൻ വെയർ ബ്രൂട്ടലി റേപ്ഡ്, ചിൽഡ്രൻ വെയർ കിൽഡ്, പേരൻസ് വെയർ റിമൂവ് ഫ്രം ദ ചിൽഡ്രൻ. അങ്ങനെ എന്തൊക്കെ ബ്രൂട്ടാലിറ്റി ചെയ്യാൻ പറ്റുമോ അതൊക്കെ കോൺട്രാസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് നിക്കാർഗുവനെ
മേലെ ചെയ്യാണ്. ആ സമയത്ത് US സപ്പോർട്ടഡ് കോൺട്രാസ്. US സപ്പോർട്ട് ചെയ്തിരുന്ന കോൺട്രാസിനായിരുന്നു. ആൻഡ് നമ്മളുടെ ഓതർ ഹാരോൾഡ് പിൻറ്റർ വാസ് ഇൻ എ മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. ഒരു ഇഷ്യൂവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു മീറ്റിങ്ങിൽ. ആൻഡ് ഹി വാസ് ദ മെമ്പർ ഓഫ് ദ ഡെലിഗേഷൻ വിച്ച് സപ്പോർട്ടഡ് നിക്കാരഗ്വനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഡെലിഗേറ്റ്സിൻ്റെ ഗ്രൂപ്പിലായിരുന്നു ഇദ്ദേഹം ഉണ്ടായിരുന്നത്. ആൻഡ് ഹി ഓഫ് കോഴ്സ് വുഡ് സപ്പോർട്ട് നിക്കാരഗ്വ ബിക്കോസ് ദാറ്റ് വാസ് ദ സഫറിങ് സ്റ്റേറ്റ്. അപ്പോൾ അവരുടെ ടീമിനെ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് വാസ് എ ഫാദർ നെയ്മഡ് ഫാദർ ജോൺ മെറ്റ്കാഫ്. ഈ നിക്കാരഗ്വൻ്റെ സ്റ്റേറ്റ് അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഇവരുടെ ലീഡർഷിപ്പ് പൊസിഷനിലുണ്ടായിരുന്നത് ഫാദർ ജോൺ മെറ്റ്കാഫാണ്. അപ്പോൾ അദ്ദേഹം വാസ് ക്ലിയർലി സ്റ്റേറ്റിംഗ് ഹൗ ബ്രൂട്ടലി ദ പീപ്പിൾ ദ സ്റ്റേറ്റ് ഓഫ് കോൺട്രാസ് അറ്റാക്ഡ് നിക്കാരഗ്വ ആൻഡ് ഡിസ്ട്രോയിഡ് ദം. അതുകൊണ്ട് അവർക്കിനി ഫർദർ ഫണ്ടിങ് കോൺട്രാസിന് ഫർദർ ഫണ്ടിങ് അമേരിക്ക കൊടുക്കരുത്, സപ്പോർട്ട് ചെയ്യരുത് എന്നായിരുന്നു അവരുടെ ആവശ്യം. ബിക്കോസ് അമേരിക്ക വാസ് ഇൻ സപ്പോർട്ട് ഓഫ് കോൺട്രാസ്. അപ്പോൾ അമേരിക്ക എടുത്ത ഒരു സ്റ്റാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ കണ്ടിന്യൂ ഫണ്ടിങ് എന്നാണ്. അവരുടെ ഒരു പൊസിഷൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ടോൾഡ് ദിസ് വാസ് എ മീറ്റിംഗ് ഓഫ് ബോത്ത് ദ ഗ്രൂപ്പ്. രണ്ട് ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെയും ഒരു മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ വെൻ ഫാദർ ജോൺ മെറ്റ്കാഫ് സ്റ്റേറ്റഡ് ദാറ്റ് ഹൗ നിക്കാരഗ്വ വാസ് ബ്രൂട്ടലി ഡിസ്ട്രോയിഡ് ബൈ കോൺട്രാസിനെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കൻ ഡെലിഗേറ്റിൻ്റെ സംസാരം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയ്മണ്ട് സേറ്റ്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി വാസ് നോട്ട് എ നൊട്ടോറിയസ് പേഴ്സൺ. വളരെ ക്രൂവലായിട്ടുള്ള ഒരാളായിരുന്നില്ല. നല്ല സോഫിസ്റ്റിക്കേറ്റഡ് ഇമേജുള്ള ഡിപ്ലോമാറ്റിക് പൊസിഷൻ എടുക്കുന്ന റാഷണൽ ആൻഡ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആയിരുന്നു എന്നായിരുന്നു വെപ്പ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാൻഡ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ തിരിച്ചുള്ള സ്റ്റാൻഡ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നസെൻറ്റ് പീപ്പിൾ ഓൾവേസ് സഫർ ഇൻ വാർ. പാവപ്പെട്ട മനുഷ്യർ അല്ലെങ്കിൽ എന്താ പറയുക സാധാരണക്കാർ വാറിൽ സഫർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അസേഷനെ സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് കോൺട്രാസുകാരെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. വി നീഡ് ടു ഫണ്ട് ദം. നിങ്ങളുടെ അസേഷൻ അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു റെയ്മണ്ട് സേറ്റ്സിൻ്റെ അഭിപ്രായം. അപ്പം നമുക്ക് ആലോചിച്ച് നോക്കാം, അത്രയും ചെറിയ കേസിൽ പോലും ദേ ഹാഡ് എ വെരി ക്ലിയർ സ്റ്റാൻഡ്. എന്താണ് അവരെടുക്കേണ്ട തീരുമാനം എന്നുള്ളത്. ആൻഡ് ഫോർ ആ ബിഗ്ഗസ്റ്റ് ഷോക്ക് ഈ ഒരു ഇൻസിഡൻറ്റിനെ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന റീഗൻ്റെ പേര് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും, നമ്മളൊരു ചാപ്റ്ററിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പ്രസിഡൻറ്റ് റീഗൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, സ്റ്റേറ്റ് ഓഫ് കോൺട്രാസിനെ കുറിച്ച്. ദ കോൺട്രാസ് ആർ ദ മോർ ഇക്വലൻ്റ് ഓഫ് അവർ ഫൗണ്ടിങ് ഫാദേഴ്സ്. നമ്മളുടെ ഫൗണ്ടിങ് ഫാദേഴ്സിൻ്റെ അതേ സ്വഭാവം കാണിക്കുന്ന ആൾക്കാരാണ് കോൺട്രാസ്. അതായത് ഹീ ഇറ്റ് സെൽഫ് എന്താ പറയുക ഇൻ എ വെരി കോൺട്രവേഴ്സ്യൽ വേ സ്റ്റേറ്റ് ദാറ്റ് ഇവരുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് അല്ലെങ്കിൽ ഇവരുടെ പൂർവികർ എന്ന് പറഞ്ഞാൽ കോൺട്രാസുകാരെ പോലെയാണ്, ഞങ്ങളതിൽ അഭിമാനം കൊള്ളുന്നു, ദേ ഫൈറ്റ്, ദേ കോൺകർ എന്നുള്ള ഇമ്പീരിയലിസ്റ്റിക് ആറ്റിറ്റ്യൂഡിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അത് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഈവൻ പ്രസിഡൻറ്റ് സേസ് ദാറ്റ് ഓപ്പൺലി. അതാണ് എന്താ പറയുക അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സ്റ്റിൽ വി ക്യാൻ സീ ദ സെയിം ആറ്റിറ്റ്യൂഡ് ഫോളോഡ് ബൈ ദ പ്രസിഡൻറ്റ് ഓഫ് അമേരിക്ക. ഇപ്പോഴും അതേ സ്റ്റേറ്റ് തന്നെയാണ്. ആൻഡ് വി ഹാവ് നോ ഓൾ ഓഫ് ദ കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മെയ്ഡ് ഡ്യൂറിങ് COVID-19 ചൈനീസ് വൈറസ് എന്നൊക്കെ പോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് അറിയുന്നതാണ്. സോ ദിസ് ഇസ് ദ തിങ് ഹാസ് ഹാപ്പൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂവിനെ വളരെ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യുക, അത് നൊബേൽ പ്രൈസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സെറിമണിയിൽ റിപ്ലൈ സ്പീച്ചിൽ ഇതൊക്കെ മെൻഷൻ ചെയ്യാമെന്നാണ്. ഇറ്റ്സ് ബോൾഡ് ഇനഫ്. അതൊരു ഓതർ ഒരു സിറ്റിസൻ്റെ റോളിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഹി ഓൾസോ സേസ് ഹൗ ആർട്ട് ഇസ് കണക്റ്റഡ് ടു പൊളിറ്റിക്സ്. ആർട്ട് എത്രത്തോളം പൊളിറ്റിക്സിനോട് കണക്റ്റഡ് ആയിരിക്കണം, റിയാലിറ്റി, ട്രൂ ആൻഡ് ഫോൾസ്, ഓക്കെ, ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ചാപ്റ്റർ. I hope you understood. You have to really pay attention to understand whatever that has been mentioned. I hope it's clear. In the next part നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. Okay, thank you.